കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചു വി.സി. രജിസ്ട്രാർക്ക് ഈ ഫയൽ ലഭ്യമാക്കുന്നത് തടയാൻ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വി.സിയുടെ നിലപാട് തള്ളി അനിൽകുമാർ ചേംബറിലെത്തിയിരുന്നു. വിവരങ്ങളുമായി സെയ്ഫ് സൈനുദ്ദീൻ ചേരുന്നു. സെയ്ഫ, ഒരു തരത്തിലും രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലും നീക്കങ്ങളിലുമാണോ വി.സി? ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് വി.സിയും ജോലി ചെയ്തേ പറ്റൂ, ജോലി ചെയ്യുമെന്ന് അനിൽകുമാറും പറയുന്ന അവസ്ഥയിലേക്ക് കേരള സർവകലാശാലയിലെ അവസ്ഥകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ദിവ്യ, അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സുരക്ഷാ ജീവനക്കാരോട് അദ്ദേഹത്തെ തടയാൻ വേണ്ടിയുള്ള നിർദ്ദേശം വി.സി മോഹൻ കുന്നുമ്മൽ നൽകിയത്. പക്ഷെ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയത്. അതിന് പിന്നാലെ അദ്ദേഹത്തെ മറ്റു നിലയിൽ തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ മോഹൻ കുന്നുമ്മൽ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഫയലുകൾ നൽകരുതെന്ന് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ സെന്റർ വിഭാഗത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ജീവനക്കാർ എത്രത്തോളം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഹൈക്കോടതിയിലേക്ക് കേസെത്തിയ പശ്ചാത്തലത്തിൽ കോടതി ആ നിയമനം തടഞ്ഞിട്ടില്ല. നിയമനമല്ല, അദ്ദേഹത്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട അത് റദ്ദാക്കിയിട്ടില്ല. അപ്രോപ്രിയേറ്റ് അതോറിറ്റി അതിനകത്ത് തീരുമാനമെടുക്കട്ടെ എന്നാണ് വി.സിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഏതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുമില്ല. അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്തായാലും വി.സി അല്ല. കാരണം വി.സിയോടാണ് നിർദ്ദേശിക്കുന്നത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ വേണ്ടി. അത് ഒന്നുകിൽ ചാൻസലറാണ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ആണ്. അതിനകത്തൊരു വ്യക്തത വരുത്താതെയാണ് അദ്ദേഹം സസ്പെൻഷനിൽ തുടരുന്ന ആളാണ് വി.സി രജിസ്ട്രാർ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പലതരത്തിൽ അദ്ദേഹത്തെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണ രജിസ്ട്രാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഫീസിലേക്ക് എത്തുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കമ്പ്യൂട്ടർ സെന്ററിന് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സെന്ററിന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും സേഫ്, ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്ന് ഇനി ഫയലുകൾ രജിസ്ട്രാർ കൈകാര്യം ചെയ്താലോ ഒപ്പിട്ടാലോ അത് അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരിക്കില്ലേ വി.സി? അപ്പോൾ ഒരു പൂർണ്ണമായും ഒരു ഭരണസ്തംഭനത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ദിവ്യ. പക്ഷെ അത് കോടതിയുടെ പരിഗണനയിലേക്ക് ആ വിഷയം വരുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിയമപരമായ എത്രത്തോളം പ്രാബല്യം കിട്ടും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഹൈക്കോടതിയുടെ സിൻഡിക്കേറ്റ് റദ്ദ് ചെയ്തിട്ടില്ല. കോടതി അതിനകത്ത് ആ ഹർജി തീർപ്പാക്കുകയാണ് ചെയ്തത്. അത് തീർപ്പാക്കിയതിന് പിന്നാലെ അതിന്റെ കോടതി ഉത്തരവിൽ പറഞ്ഞത് ഈ വി.സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വി.സിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കുക എന്നുള്ളതാണ്. നിയമനാധികാരി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ്. ഒരു തരത്തിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അതായി നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ചാൻസലറാണ് സർവകലാശാലയുടെ തലപ്പത്തുള്ളയാൾ. ചാൻസലർ എന്ന് പറയുമ്പോൾ ഗവർണറാണ്. ഇവർ രണ്ടുപേരെയും ഈ വി.സി ഇതുവരെ സമീപിച്ചിട്ടില്ല. ആ കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ പിന്നീടും ഈ രജിസ്ട്രാറിന്റെ ഫയൽ നീക്കവും അദ്ദേഹം സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട തടയാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രജിസ്ട്രാർ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോ ദിവ്യ സൂചിപ്പിച്ച പോലെ വരും സമയങ്ങളിൽ അദ്ദേഹം ഒപ്പിടുന്ന ഫയലുകൾ വി.സിയുടെ മുന്നിലേക്ക് വരേണ്ട ഫയലുകൾ ഉണ്ടാകും. അത് അംഗീകരിക്കുമോ എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. അത് അംഗീകരിച്ചില്ലെങ്കിൽ രജിസ്ട്രാർ സ്വമേധയാ രജിസ്ട്രാർ എന്ന നിലയിലോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റോ ഹൈക്കോടതിയെ സമീപിക്കില്ലേ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു സർവകലാശാല ഒരു സർവകലാപശാലയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്.